കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ലുരുട്ടി നീക്കിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. പ്രഭാതത്തിൽ കല്ലറയിലേക്ക് വരുന്ന മദലക്കാരി മറിയും യാക്കോബിൻ്റെ അമ്മ മറിയും ശലോമയൊക്കെ ചെന്ന് കല്ലറയുടെ മുമ്പിലെത്തുമ്പോൾ അവർക്ക് ഒരു വലിയ ഭാരം അവരുടെ അകത്തുണ്ട്. കാരണം 3 ദിവസങ്ങൾക്ക് മുമ്പേ അവർ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു വലിയ കല്ല് യേശുവിൻ്റെ കല്ലറയിൽ മുമ്പിൽ കൊണ്ട് അടച്ച് ഉറപ്പാക്കി വെക്കുന്നത് അവർ കണ്ണാലെ കണ്ടവരാണ്. ഇവിടെ ഈ പ്രിയപ്പെട്ടവർ പറയുന്നൊരു ഭാഗമുണ്ട്, ഞങ്ങളെക്കൊണ്ട് ആ കല്ല് ഉരുട്ടി മാറ്റുക അസാധ്യമാണ്, ഞങ്ങളെക്കൊണ്ട് കഴിയത്തില്ല. ഈ പ്രഭാതത്തിൽ നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എത്ര വലിയ പ്രതികൂലങ്ങളും മുൻപിൽ നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതായ പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും നമ്മുടെയൊക്കെ പ്രാപ്തി കൊണ്ടെല്ലാം കഴിയുമെന്ന് നാം സ്വയം തീരുമാനിക്കുമ്പോൾ ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാം, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്ന ഒരവസ്ഥ അവരെ കൊണ്ടത് പറ്റില്ല. കാരണം അതിനുള്ള ശേഷിയോ ആരോഗ്യമോ അവർക്കില്ല എന്ന് അവർക്കതിനെ സ്വയം മനസ്സിലായി. ഈ പ്രശ്നം ഞങ്ങളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അവരിൽ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഉയരുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അതിനുള്ള ശക്തിയോ കഴിവോ പ്രാപ്തിയോ നമുക്കില്ല. അത് വലിയ ഒരു കല്ലായിരുന്നു നമ്മുടെ കാണുന്നു, അത് വലിയതായിരുന്നു. അതുപോലെ വിഷയങ്ങൾ എത്ര വലുതാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര വലുതാകട്ടെ, നിങ്ങൾക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത അത്ര വലിയൊരു വിഷയമാണെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെക്കൊണ്ട് കഴിയത്തില്ല, ആ വിഷയത്തിൻ്റെ നടുവിൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവെ ആ വിഷയത്തിൻ്റെ നടുവിൽ, ആ രോഗത്തിൻ്റെ നടുവിൽ, ആ ആകുലത്തിൻ്റെ നടുവിൽ, ആ വിഷയത്തിൻ്റെ നടുവിൽ, ആ പ്രയാസത്തിൻ്റെ നടുവിൽ ഞങ്ങൾ കുടുംബപരമായി, ഞങ്ങൾ വ്യക്തിപരമായി ഒക്കെ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ കർത്താവെ, അത് വലിയൊരു വിഷയമാണ്, ഞങ്ങളെക്കൊണ്ട് ഒക്കില്ല, ഞങ്ങളെക്കൊണ്ട് തീർക്കുവാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അതെല്ലാം കർത്താവിൻ്റെ കയ്യിൽ തരുന്നു. കർത്താവെ അങ്ങ് പരിഹരിക്കണമേ. ഞാൻ നിങ്ങളുടെ ഈ പ്രഭാതി പറയാം, എത്ര വലിയ വിഷയമാണെങ്കിലും നിങ്ങളെ തന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയത്തില്ല, കർത്താവെ അങ്ങയ്ക്ക് കഴിയും, അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊരു സമർപ്പണത്തോടെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചാൽ ആ പ്രശ്നത്തെ എന്നേക്കുമായി ഉരുട്ടി മാറ്റാൻ, എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്ന് അത് രോഗമാകട്ടെ, കടബാധ്യതയാകട്ടെ, തലമുറയെക്കുറിച്ചുള്ള ആകുലതകളാകട്ടെ, ശുശ്രൂഷയെക്കുറിച്ചുള്ളതാകട്ടെ, ഏതു വിഷയമാകട്ടെ, കർത്താവ് അതിനെ പരിഹരിക്കാൻ ശക്തനാണ് എന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.